Hello students, in this section we are discussing the second part of our chemical kinetics. നമ്മൾ കെമിസ്ട്രിയിലെ ഫോർത്ത് ചാപ്റ്ററായ കെമിക്കൽ കൈനറ്റിക്സിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോക്കസ് ഏരിയ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തതാണ്. സെക്കൻഡ് പാർട്ടിൽ ബാക്കിയുള്ള ഫോക്കസ് ഏരിയ പ്ലസ് അതർ ടോപ്പിക്സും കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നത്. സോ കാര്യം നിങ്ങൾക്ക് അറിയുന്നതാണ്. ഫുൾ മാർക്ക് കിട്ടണമെങ്കിൽ A+ കിട്ടണം എന്നുണ്ടെങ്കിൽ ഫോക്കസ് ഏരിയ മാത്രം പോരാ, ബാക്കി ടോപ്പിക്കുകളൊക്കെ ഡിസ്കസ് ചെയ്യേണ്ടതാണ്, പഠിക്കേണ്ടതാണ് എന്നുള്ളതൊക്കെ. നമ്മൾ ആദ്യം ഫോക്കസ് ഏരിയ ഡീറ്റെയിൽ ആയി പഠിച്ചതിന് ശേഷം അതർ ടോപ്പിക്കിലേക്ക് വരിക. സോ ഈ സെക്കൻഡ് പാർട്ടിൽ ഞാൻ അതിൻ്റെ ഒപ്പം തന്നെ ഫോക്കസ് ഏരിയ ടോപ്പിക്കിൻ്റെ ഒപ്പം തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഒരുമിച്ച് ഇൻക്ലൂഡ് ചെയ്തിട്ട് കൊണ്ടുപോകുന്നുണ്ട്. സോ എല്ലാ ക്ലാസ്സുകളും ഡീറ്റെയിൽ ആയിട്ട് കണ്ടിരുന്ന് അതിലുള്ള കാര്യങ്ങൾ മാത്രം നന്നായി പഠിച്ചാൽ മതിയാകും. സോ എന്നാൽ തന്നെ നിങ്ങൾക്ക് A+ വാങ്ങാനും ഫുൾ മാർക്ക് വാങ്ങാനുള്ള കാര്യങ്ങൾ ഇതിലുണ്ട്. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ടോപ്പിക്കിൽ നിന്ന് വരുന്ന അതർ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ്, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ ഇന്ന് ഡിസ്കസ് ചെയ്യാം. ഞാൻ എല്ലാ ചാപ്റ്റേഴ്സും ഡീറ്റെയിൽ അപ്ലോഡ് ചെയ്തതിന് ശേഷം മാത്രമേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അതിന് മുമ്പ് നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. നമുക്ക് ചാപ്റ്ററിൻ്റെ ടോപ്പിക്കിലേക്ക് പോകാം. ലാസ്റ്റ് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത് ഈ ടോപ്പിക്കിൻ്റെ ഫസ്റ്റായിട്ട് നമുക്ക് പറയാനുള്ളത് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്നുള്ളതാണ്. നമ്മൾ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ, സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ, തേർഡ് ഓർഡർ റിയാക്ഷൻ, അതിൻ്റെ Kൻ്റെ വാല്യൂ എല്ലാതും ഡിസ്കസ് ചെയ്തതിന് ശേഷമാണ് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്നുള്ള ടോപ്പിക്കിലേക്ക് വരുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് തന്നെയാണ്. കാര്യങ്ങൾ ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും ഒരു പോയിന്റ് പോലും വിടാതെ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കണം. സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് പറയാം. These are the reactions which appear to follow higher order but actually follow first order kinetics. നമ്മൾ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ, സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ, തേർഡ് ഓർഡർ റിയാക്ഷൻ ഒക്കെ പറഞ്ഞു. പക്ഷേ ഇവിടെ കുറച്ച് റിയാക്ഷൻ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ആ റിയാക്ഷൻസ് ആക്ച്വലി അത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ് നടക്കുക എങ്കിലും പക്ഷെ അത് കാണുമ്പോൾ അപ്പിയർ ആയിട്ട് നമുക്ക് കാണുമ്പോൾ അത് ഫസ്റ്റ് ഹയർ ഏതോ വലിയ ഓർഡർ റിയാക്ഷൻ ആണ് നടക്കുന്നത് എന്ന് തോന്നും. അതായത് ഒരു റിയാക്ഷൻ, ആ റിയാക്ഷൻ കാണുമ്പോൾ നമുക്ക് എന്തായിട്ടാണ് വലിയ ഓർഡറിലുള്ള റിയാക്ഷൻ ആണെന്ന് തോന്നുമെങ്കിലും ആക്ച്വലി അത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷനാണ്. ആ റിയാക്ഷൻ നമ്മൾ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്ന് പറയാം. സ്യൂഡോ പോഡിയ എന്നൊക്കെ പറഞ്ഞ ബയോളജിയിൽ പഠിച്ചിട്ടുണ്ടാവും. സ്യൂഡോ പോഡിയ അതെന്ന് ലോക്കോമോഷന് ഉപയോഗിക്കുന്നതാണ് പോഡിയ. പക്ഷേ സ്യൂഡോ പോഡിയ അതിനല്ലാത്ത അല്ലെങ്കിൽ അതിനെ പോലെ അഭിനയിക്കുന്ന ആ പോലത്തെ ഒരു ടോപ്പിക്കാണ് പറയുന്നത് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. അത് ഫോളോ ചെയ്യുന്നത് ഹയർ ഓർഡർ, നമുക്ക് കാണുമ്പോൾ അത് ഹയർ ഓർഡർ ആയിട്ടാണ് അത് അപ്പിയർ ചെയ്യുന്നത് എങ്കിലും ആക്ച്വലി ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആയിട്ടാണ്, ഫസ്റ്റ് ഓർഡർ കൈനറ്റിക് ആയിട്ടാണ് കാണിക്കുന്നത്. ആ ടൈപ്പ് ഓഫ് റിയാക്ഷൻ ആണ് നമ്മൾ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്ന് പറയുന്നത്. സോ എക്സാമ്പിളുകളാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഹൈഡ്രോളിസ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് ഒരു ഫസ്റ്റ് ഓർഡർ കൈനറ്റിക് ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ ഹയർ ഓർഡർ ഫോളോ ചെയ്യുന്ന ഒരു സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എക്സാമ്പിളാണ്. അതിനുള്ള റിയാക്ഷനും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. റിയാക്ഷൻ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞില്ലെങ്കിലും ഈ എക്സാമ്പിളിലെ പേരുകൾ കൃത്യമായിട്ട് അറിയണം. ഹൈഡ്രോളിസ് ഓഫ് എസ്റ്റർ എന്ന് പറയുന്നത് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷനാണ്. ഇവിടെ ഇത് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആവാനുള്ള കാരണം ഇവിടെ H2O എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിയാക്റ്റൻ്റ് അവിടെ വരുന്നത് കൊണ്ടാണ്. H2O കാണിക്കുമ്പോൾ ഹിയർ ദ കോൺസെൻട്രേഷൻ ഓഫ് വാട്ടർ ഡസ് നോട്ട് ചേഞ്ച് ഡ്യൂറിങ് ദ റിയാക്ഷനിൽ ഈ H2Oൻ്റെ കോൺസെൻട്രേഷന് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാവില്ല. ആ റിയാക്ഷൻ കഴിഞ്ഞാൽ H2O അതേപോലെ തന്നെ വേറെ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യും. സോ ഈ ഒരു H2Oൻ്റെ കോൺസെൻട്രേഷൻ വളരെ വലുതായിട്ട് അതിൽ കാണപ്പെടുകയും സോ നമുക്ക് തോന്നും അതെന്താണ് ഹയർ ഓർഡർ റിയാക്ഷൻ അല്ലെങ്കിൽ ഹയർ ഓർഡർ ആയിട്ട് നമുക്ക് തോന്നുമെങ്കിലും ആക്ച്വലി അത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആയിട്ടാണ്, ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആയിട്ടാണ് നടക്കുക. അപ്പോൾ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ഒരു എക്സാമ്പിളാണ് ഹൈഡ്രോളിസ് ഓഫ് എസ്റ്റർ. അടുത്തതാണ് ഇൻവേർഷൻ ഓഫ് കെയിൻ ഷുഗർ ഗ്ലൂക്കോസും ഫ്രക്ടോസും ആയിട്ടുള്ള ഇൻവേർഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സും ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ചെയ്യുന്നതാണ്. ഇതൊരു സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷനാണ്. സോ ഈ രീതിയിൽ രണ്ട് എക്സാമ്പിളും കാര്യങ്ങളും പഠിച്ചു വെക്കുക. എന്താണ് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്നുള്ളതും പഠിക്കുക. സോ ആ ഒരു ടോപ്പിക് അവിടെ കംപ്ലീറ്റ് ആകും. അടുത്തതായി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ടെമ്പറേച്ചറിൻ്റെ എഫക്റ്റാണ്. ഒരു റിയാക്ഷനിൽ ടെമ്പറേച്ചറിൻ്റെ എഫക്റ്റ് എത്രത്തോളം, എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ, ആ ഒരു ഏരിയ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഇവിടെ പറയുന്നത്. ദി ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് ദി റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ. ഒരു റിയാക്ഷനിലുള്ള റിയാക്ഷൻ്റെ റേറ്റിനെ ടെമ്പറേച്ചർ എത്രത്തോളം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ടെമ്പറേച്ചറിന് ഡിപ്പെൻഡ് എത്ര ഉണ്ട് ആ കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റ് എന്നുള്ള കേസാണ് ഡിസ്കസ് ചെയ്യുന്നത്. മോസ്റ്റ് ഓഫ് ദി കെമിക്കൽ റിയാക്ഷൻ ആർ ആക്സിലറേറ്റഡ് ബൈ ഇൻക്രീസിങ് ടെമ്പറേച്ചർ. കൂടുതലും എല്ലാ റിയാക്ഷൻസിലൊക്കെ തന്നെ ഒരു റിയാക്ഷൻ ആക്സിലറേറ്റ് ആവുക തുടങ്ങുന്നത് അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്ത് പോകുന്നത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ കൂട്ടുമ്പോഴാണ്. സോ ടെമ്പറേച്ചറിൻ്റെ എഫക്റ്റ് ഒരു റിയാക്ഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്.
ഒരു മോസ്റ്റ് ഓഫ് കോമൺ ആയിട്ടുള്ള എല്ലാ റിയാക്ഷനിലും ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ മാത്രമാണ് ആ റിയാക്ഷൻ സ്റ്റാർട്ട് ആവുക, ആക്സലറേറ്റ് ആവുക. ഇറ്റ് ഹാസ് ബീൻ ഫൗണ്ട് ദാറ്റ് ഫോർ എ കെമിക്കൽ റിയാക്ഷൻ വെൻ ദി ടെമ്പറേച്ചർ ഇസ് ഇൻക്രീസ്ഡ് ബൈ 10 ഡിഗ്രി. നമ്മളിപ്പോൾ കൂടുതലും കെമിക്കൽ റിയാക്ഷനിലൊക്കെ കണ്ടിട്ടുള്ളത് ടെമ്പറേച്ചർ 10 ഡിഗ്രി നമ്മൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ, വെൻ ദി ടെമ്പറേച്ചർ ഇസ് ഇൻക്രീസ്ഡ് ബൈ 10 ഡിഗ്രി നമ്മൾ ഒരു റിയാക്ഷൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ ദി റേറ്റ് ഓഫ് ദി റിയാക്ഷൻ ആൻഡ് ദി റേറ്റ് കോൺസ്റ്റൻറ്റ് ഈസ് നിയർലി ഡബിൾഡ്. ഒരു റിയാക്ഷൻ്റെ റേറ്റോ അല്ലെങ്കിൽ റേറ്റ് കോൺസ്റ്റൻറ്റ് എന്താവും, ഡബിൾ ആവും. നിയർലി ആ ഒരു അതിൻ്റെ ഇരട്ടിയാവും, അല്ലെങ്കിൽ ആ ഇരട്ടിയോട് അടുത്തുള്ള വാല്യൂ ആവും. അപ്പോൾ റിയാക്ഷനിൽ ടെമ്പറേച്ചറിൻ്റെ എഫക്റ്റ് വളരെ വലുതാണ്. ടെമ്പറേച്ചർ നമ്മൾ 10 ഡിഗ്രി ഇൻക്രീസ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ റേറ്റ് കോൺസ്റ്റൻറ്റ് കെയോ അല്ലെങ്കിൽ റേറ്റോ ഡബിളായി മാറും. ആദ്യം കെ ആയിരുന്നെങ്കിൽ 2k ആയി മാറും. റേറ്റ് എന്നുള്ളത് റേറ്റ് ആദ്യം ഉണ്ടായിരുന്ന വാല്യൂവിൽ നിന്ന് × 2 ഡബിളായി മാറും, അല്ലെങ്കിൽ ആ നിയർ അതിൻ്റെ വാല്യൂവിനോടായി മാറും. അതാണ് ഒരു റിയാക്ഷൻ്റെ റേറ്റിലുള്ള ടെമ്പറേച്ചർ എഫക്റ്റ്. ഒരു റിയാക്ഷൻ്റെ ടെമ്പറേച്ചർ 10 ഡിഗ്രി കൂട്ടുമ്പോൾ തന്നെ ഒരു റിയാക്ഷൻ്റെ റേറ്റ് ഡബിളായി മാറും. The temperature dependence of the rate of a chemical reaction can be accurately explained by Arrhenius equation. Arrhenius എന്ന് പറഞ്ഞിട്ടുള്ള സയൻറ്റിസ്റ്റ് Arrhenius equation എന്ന് പറഞ്ഞിട്ട് ടെമ്പറേച്ചറിൻ്റെ എഫക്റ്റ് ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റിൽ എങ്ങനെയാണെന്നുള്ളത് അക്യുറേറ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു ടോപ്പിക്കിലേക്ക് പോവാം. ദിസ് ഇക്വേഷൻ ഈസ് കോൾഡ് Arrhenius equation. K is equal to A into E raised to EA by RT. ഇതൊരു Arrhenius equation ആണ്. ടെമ്പറേച്ചർ എഫക്റ്റ് ഡിഫൈൻ ചെയ്തിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു ഇക്വേഷനാണ്, പഠിച്ചു വെക്കണം. Arrhenius ഇക്വേഷൻ. ഇതിലുള്ള കോൺസ്റ്റൻസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. എ ഈസ് എ കോൺസ്റ്റൻറ്റ് കോൾഡ് Arrhenius പാരാമീറ്റർ ഓർ Arrhenius കോൺസ്റ്റൻറ്റ്. എ എന്ന് പറയുന്നത് Arrhenius ഇക്വേഷനിലുള്ള Arrhenius കോൺസ്റ്റൻ്റ് ആണ്. ആർ ഈസ് എ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ്. ഇ എ ഈസ് ആക്ടിവേഷൻ എനർജി. ഇ എ എന്നുള്ളത് ഒറ്റ ടേമാണ്, ആക്ടിവേഷൻ എനർജി. എന്താണ് ആക്ടിവേഷൻ എനർജി എന്നുള്ളത് നമ്മൾ നെക്സ്റ്റ് സ്ലൈഡിൽ പഠിക്കും. ആക്ടിവേഷൻ എനർജി എന്ന് പറഞ്ഞാൽ ഒരു റിയാക്ഷന് ആക്റ്റീവ് ആവാൻ നമ്മളൊരു മിനിമം എനർജി കൊടുക്കേണ്ടതുണ്ട്. ഒരു റിയാക്റ്റൻസ് പ്രൊഡക്റ്റായി മാറാൻ വേണ്ടിയിട്ട് അതിനൊരു മിനിമം എനർജി നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതുണ്ട്, എന്നാലേ ഈ റിയാക്റ്റൻസ് പ്രൊഡക്റ്റായി മാറുള്ളൂ. ആ മിനിമം എനർജീനെ നമ്മൾ ആക്ടിവേഷൻ എനർജി എന്ന് പറയാം. ആക്ടിവേറ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള എനർജി. സോ ഒരു റിയാക്ഷനിലുള്ള ആക്ടിവേഷൻ എനർജി ഇ എ എന്ന് പറയുന്നത് ഒരൊറ്റ നെയിമാണ്, ഓർത്ത് വെക്കുക. ടി ഈസ് എ ടെമ്പറേച്ചർ. സോ ഈ ഒരു 4 പാരാമീറ്ററും കൂടെ കൂട്ടി ചേർത്തിട്ട് എഴുതിയിട്ടുള്ള ഇക്വേഷനാണ് Arrhenius ഇക്വേഷൻ. K is equal to A into E raised to E എന്ന് പറയുന്നത് എക്സ്പൊണൻഷ്യൽ ടേമാണ്. നമ്മൾ ലോഗരിതം ടേം പറഞ്ഞ പോലെ എക്സ്പൊണൻഷ്യൽ ടേമാണ് ഇ. ബാക്കി അതിൻ്റെ മേലെയാണ് EA ഡിവൈഡ് ബൈ RT എന്നുള്ള ഇക്വേഷൻ. സോ ഈ കാര്യങ്ങൾ പഠിച്ചു വെക്കുക, ഇക്വേഷൻ പഠിച്ചു വെക്കുക, ഈ കോൺസ്റ്റൻറ്റ് വാല്യൂസും ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഈ Arrheniusൻ്റെ ഇക്വേഷൻ വെച്ചിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പഠിക്കണം, മനസ്സിലാക്കി പഠിക്കണം. ഈ ഒരു കുറഞ്ഞ ഡ്യൂറേഷൻ കൊണ്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും പറയും. സോ നിങ്ങളൊന്ന് പെട്ടെന്ന് ക്ഷമയോടെ കാര്യങ്ങൾ കേട്ടിരുന്നാൽ മാത്രം മതിയാകും, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ക്ലിയർ ആവും. ആവശ്യമുള്ളത് ഞാൻ PPTയിൽ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. സോ അത് നിങ്ങൾ കൃത്യമായിട്ട് എഴുതിയെടുക്കണം. ഇവിടെ പറയുന്നു Arrheniusൻ്റെ ഇക്വേഷൻ വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അക്കോർഡിംഗ് ടു Arrhenius, എ കെമിക്കൽ റിയാക്ഷൻ ഒക്കേഴ്സ് ബൈ ദി കൊളീഷൻ ഓഫ് റിയാക്റ്റൻ്റ് മോളിക്യൂൾ. ഒരു കെമിക്കൽ റിയാക്ഷൻ എങ്ങനെയാണ് ഒക്കർ ചെയ്യുന്നത്? ബൈ ദി കൊളീഷൻ ഓഫ് റിയാക്റ്റിംഗ് മോളിക്യൂളാണ്. അതായത് നമ്മളൊരു റിയാക്റ്റൻ്റ് A+B, എയും ബിയും കൂടി ചേർന്നിട്ട് പി എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ആവുന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നത് എയും ബിയും എന്ന് പറഞ്ഞിട്ടുള്ള 2 റിയാക്റ്റൻ്റ് കൊളൈഡ് ചെയ്തിട്ടാണ്, കൂട്ടിമുട്ടിയിട്ടാണ്. അവർ തമ്മിലുള്ള കൊളീഷൻ നടന്നിട്ടാണ് ഒരു കെമിക്കൽ റിയാക്ഷനിൽ പ്രൊഡക്റ്റ് ഉണ്ടാവുന്നത് എന്നാണ് Arrhenius പറയുന്നത്. ഓൾ ദി മോളിക്യൂൾസ് കൊളീഷൻ ആർ നോട്ട് എഫക്റ്റീവ്. ഒരു റിയാക്ഷനിൽ നമ്മളിപ്പോൾ കെമിക്കൽ റിയാക്റ്റൻസ് ആഡ് ചെയ്തു, അപ്പോൾ ഇതിൽ അവർ തമ്മിലുള്ള കൊളീഷൻ ചിലർക്ക് എഫക്റ്റീവ് ആവണമെന്നില്ല. എഫക്റ്റീവ് ആയാൽ മാത്രമേ അവിടെ പ്രൊഡക്റ്റ് ഫോം ചെയ്യുള്ളൂ. ഫോർ എഫക്റ്റീവ് കൊളീഷൻ ദി കൊളൈഡിങ് മോളിക്യൂൾസ് ഷുഡ് ഹാവ് എ മിനിമം കൈനറ്റിക് എനർജി കോൾഡ് ആക്ടിവേഷൻ എനർജി. അതായത് ഒരു എഫക്റ്റീവ് കൊളീഷൻ നടന്നാൽ മാത്രമേ അവിടെ പ്രൊഡക്റ്റ് ഫോം ചെയ്യുള്ളൂ. എന്താണ് ഒരു എഫക്റ്റീവ് കൊളീഷൻ എന്ന് പറയുന്നത്? ദി കൊളൈഡിങ് മോളിക്യൂൾസ് ഓർ പാർട്ടിക്കിൾസ് ഷുഡ് ഹാവ് എ മിനിമം കൈനറ്റിക് എനർജി കോൾഡ് ആക്ടിവേഷൻ എനർജി. അതായത് കൊളൈഡ് ചെയ്യുന്ന എയും ബിയും തമ്മിലുള്ള ഈ പാർട്ടിക്കിൾ ഒരു മിനിമം കൈനറ്റിക് എനർജി, ഇവർക്ക് മൂവ് ചെയ്യാനൊരു മിനിമം കൈനറ്റിക് എനർജി വേണം. അതിനാണ് ആക്ടിവേഷൻ എനർജി എന്ന് പറയുക. അപ്പോൾ ഇങ്ങനെ മിനിമം കൈനറ്റിക് എനർജി ഈ ഒരു മോളിക്യൂളിനുണ്ട് എങ്കിൽ ഇവരെന്ത് ചെയ്യും? എഫക്റ്റീവ് കൊളീഷനിൽ പങ്കെടുക്കും. അവർക്ക് എന്ത് കിട്ടും? പ്രൊഡക്റ്റ് ഫോം ചെയ്യും. അപ്പോൾ ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ എഫക്റ്റീവ് കൊളീഷൻ നടന്നാൽ മാത്രമേ എന്ത് ഉണ്ടാവുള്ളൂ? പ്രൊഡക്റ്റ് ഫോം ചെയ്യുള്ളൂ.
കൊളീഷൻ വഴിയാണ് റിയാക്റ്റൻസ് പ്രൊഡക്റ്റായി മാറുന്നത് എന്നുള്ളത് അറീനിയസ് എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് പറഞ്ഞു. അത് വെറുതെ കൊളീഷൻ നടന്നാൽ പോരെ, എന്താവണം, അത് എഫക്റ്റീവ് കൊളീഷൻ ആവണം. അങ്ങനെ എഫക്റ്റീവ് കൊളീഷൻ ആവണമെങ്കിൽ എന്ത് സംഭവിക്കണം? ഈ എ എന്ന് പറഞ്ഞ റിയാക്റ്റൻറ്റിനും ബി എന്ന് പറഞ്ഞ റിയാക്റ്റൻറ്റിനും മിനിമം ഒരു ആക്ടിവേഷൻ എനർജി ഉണ്ടാവണം. അതെന്നാ മിനിമം ആക്ടിവേഷൻ എനർജി പറഞ്ഞാൽ അതിനൊരു കൈനറ്റിക് എനർജി, മിനിമം കൈനറ്റിക് എനർജി ഉണ്ടാവണം. ആ കൈനറ്റിക് എനർജിക്കാണ് ആക്ടിവേഷൻ എനർജി എന്ന് പറയാം. വെൻ സച്ച് മോളിക്യൂൾസ് കൊളൈഡ് an unstable intermediate is called activated complex is formed which decomposes to form product. അതായത് രണ്ട് റിയാക്റ്റൻസ് കൂടിച്ചേരാണ്. ഇവർ എഫക്റ്റീവ് കൊളീഷൻ വഴി കൊളൈഡ് ചെയ്താൽ ഇവരിപ്പോൾ രണ്ടാൾക്കും എന്ത് കിട്ടി? ഒരു ആക്ടിവേഷൻ എനർജി ഉണ്ട്. രണ്ടാൾക്കും മിനിമം കൈനറ്റിക് എനർജി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് ആക്ടിവേഷൻ എനർജി ഉണ്ട് എന്ന് പറയാം. അങ്ങനെ ആ ഒരു ആക്ടിവേഷൻ എനർജി കിട്ടിയിട്ടുള്ള ആ ഒരു സ്റ്റേറ്റിനെ നമ്മൾ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഇൻ്റർമീഡിയറ്റ് സ്റ്റേറ്റ് എന്ന് പറയും. ആ ഒരു ഇൻ്റർമീഡിയറ്റ് സ്റ്റേറ്റിൽ നിന്നാണ് അത് പ്രൊഡക്റ്റായി മാറാം. അപ്പോൾ എങ്ങനെ സംഭവിക്കുക? രണ്ട് റിയാക്റ്റൻസ് അവർ എങ്ങനെ കൊളൈഡ് ചെയ്യണം? ആക്റ്റീവ് കൊളീഷനിൽ എഫക്റ്റീവ് കൊളീഷൻ ഉണ്ടാവണം, എന്നാൽ പ്രൊഡക്റ്റായി മാറും. അപ്പോൾ ഈ ഒരു റിയാക്റ്റൻറ്റിനും മിനിമം കൈനറ്റിക് എനർജി കിട്ടിയാൽ അവരൊരു ഇൻ്റർമീഡിയറ്റ് കോംപ്ലക്സിലായി മാറും. അവർക്ക് ആക്റ്റീവ് എനർജി കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഇൻ്റർമീഡിയറ്റ് കോംപ്ലക്സ്, അതിന് പറഞ്ഞ പേരാണ് ആക്ടിവേറ്റഡ് കോംപ്ലക്സ് എന്ന് പറയും. ആ ഒരു ആക്ടിവേറ്റഡ് കോംപ്ലക്സിൽ നിന്നാണ് പിന്നെ അത് പ്രൊഡക്റ്റായി മാറുക. ഈ കാര്യം ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത് ഇവിടെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. അതായത് ഇവിടെ എ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ബി എന്ന് പറഞ്ഞിട്ടുള്ള എ എന്ന് പറഞ്ഞിട്ടുള്ള റിയാക്റ്റൻറ്റ് ബി എന്ന് പറഞ്ഞിട്ടുള്ള റിയാക്റ്റൻ്റായി മാറുന്നുണ്ട്. ഇവിടെ എന്തൊക്കെയാണ് റിയാക്റ്റൻ്റ് ഉള്ളത്? H2 എന്ന് പറഞ്ഞിട്ടുള്ള അതേപോലെ I2 എന്ന് പറഞ്ഞിട്ടുള്ള റിയാക്റ്റൻസ് ഉണ്ട്. അവർ രണ്ടാളും കൂടി ചേരാണ്. എന്നിട്ട് എന്തുണ്ട്? 2HI എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഡക്റ്റായി മാറുന്നുണ്ട്. സോ ഗ്രാഫിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവരെ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ഇവർ എഫക്റ്റീവ് കൊളീഷൻ ആവണം അല്ലേ? എഫക്റ്റീവ് കൊളീഷൻ സംഭവിക്കണമെങ്കിൽ എന്ത് കിട്ടണം? ഇവൻക്ക് അവൻ്റേതായ ഒരു മിനിമം കൈനറ്റിക് എനർജി കിട്ടണം. എന്നാൽ മാത്രമേ എന്തേ ഉള്ളൂ, അവൻക്ക് ഒരു ആക്ടിവേഷൻ എനർജി ആവുള്ളൂ. അങ്ങനെ ഇവരെന്ത് ചെയ്യാണ്? അവർ കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യും. നമ്മൾ ടെമ്പറേച്ചർ കൂട്ടുമ്പോഴോ അല്ലെങ്കിൽ അതർ കാറ്റലിസ്റ്റ് ആഡ് ചെയ്യുമ്പോഴോ ഒക്കെ എന്ത് ചെയ്യാം? ഇവർ ആക്ടിവേഷൻ എനർജി ഇൻക്രീസ് ആവും. അവർക്ക് രണ്ടാൾക്കും മിനിമം കൈനറ്റിക് എനർജി കിട്ടാം. അങ്ങനെ ഇവർ രണ്ടാളും മിനിമം കൈനറ്റിക് എനർജി കിട്ടി, രണ്ടാൾക്കും ആക്ടിവേഷൻ എനർജി ആയാൽ, ഇത്രയും എനർജി ഇൻക്രീസ് ആയാൽ, ഇവിടെ ഗ്രാഫിൽ ലെഫ്റ്റ് സൈഡിലൂടെ പൊട്ടൻഷ്യൽ എനർജിൻ്റെ ഇൻക്രീസും റൈറ്റ് ആ റിയാക്ഷൻ നടക്കുന്നതും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവർ ഇൻക്രീസ് ആയാൽ, ഇത്രയും എനർജി അവർക്ക് കിട്ടിയാൽ അവരൊരു ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ആയി മാറും. ആ ഒരു ആക്ടിവേറ്റഡ് കോംപ്ലക്സിൽ നിന്ന് ഡീകമ്പോസിഷൻ നടന്നിട്ടാണ്, ഡീകമ്പോസ് ചെയ്തിട്ടാണ് ഒരു സംഭവം, ഒരു റിയാക്ഷൻ പ്രൊഡക്റ്റായി മാറുക, അല്ലെങ്കിൽ റിയാക്റ്റൻസ് പ്രൊഡക്റ്റായി മാറുക. കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുക. എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞത് എന്താണ്? ഒരു റിയാക്റ്റൻറ്റ് പ്രൊഡക്ട്സ് ആവണമെങ്കിൽ അവർക്ക് ആക്ടിവേഷൻ എനർജി കിട്ടണം. ആക്ടിവേഷൻ എനർജി ആയാൽ അവർ ആക്ടിവേറ്റഡ് കോംപ്ലക്സിലേക്ക് വരും. ആ ആക്ടിവേറ്റഡ് കോംപ്ലക്സിൽ നിന്നാണ് ഇവർ പ്രൊഡക്റ്റ് ആവുക. അപ്പോൾ ഒരു റിയാക്റ്റൻറ്റ് എപ്പോഴും ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ആയതിന് ശേഷമാണ് പ്രൊഡക്റ്റായി മാറുള്ളൂ. എന്താണ് ആക്ടിവേറ്റഡ് കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ? ഇവർക്കൊരു മിനിമം കൈനറ്റിക് എനർജി ഈസ് കോൾഡ് ആക്ടിവേഷൻ എനർജി. ഈ ഒരു ആക്ടിവേഷൻ എനർജി കിട്ടിയാൽ മാത്രമാണ് ഒരു ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ആവുക. അത് ഡീകമ്പോസ് ചെയ്തിട്ടാണ് പ്രൊഡക്റ്റായി മാറുന്നത്. സോ അതിൻ്റെ റിയാക്ഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. H2 എന്ന് പറഞ്ഞ I2 എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് റിയാക്റ്റൻസ് H2 I2 ഇവർ രണ്ടാളും കൂടിച്ചേരുമ്പോൾ ഇവർക്കിടയിൽ എന്തുണ്ട്? ഒരു ഇൻ്റർമീഡിയറ്റ് സ്റ്റേറ്റ് ഫോം ചെയ്തിട്ടുണ്ട്. ഈ ഇൻ്റർമീഡിയറ്റ് സ്റ്റേറ്റ് എപ്പോഴാണ് ഫോം ചെയ്യുക? ഇവർക്ക് ഒരു മിനിമം കൈനറ്റിക് എനർജി കിട്ടുമ്പോൾ, അതായത് ആക്ടിവേഷൻ എനർജി കിട്ടുമ്പോൾ. സോ ഇവർക്ക് ആക്ടിവേഷൻ എനർജി കിട്ടി, ദെൻ ഇതിൽ നിന്ന് പ്രൊഡക്റ്റായി മാറും. അപ്പോൾ ഏത് റിയാക്റ്റൻ്റ് നടക്കുമ്പോഴും റിയാക്റ്റൻ്റ് അതൊരു ഇൻ്റർമീഡിയറ്റ് കോംപ്ലക്സ് അല്ലെങ്കിൽ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ആയതിനു ശേഷം മാത്രമാണ് എന്തായി മാറുക? പ്രൊഡക്റ്റായി മാറുക. ഇൻ്റർമീഡിയറ്റ് കോംപ്ലക്സ് അല്ലെങ്കിൽ ആക്ടിവേറ്റഡ് കോംപ്ലക്സ്. ആക്ടിവേഷൻ എനർജി കിട്ടുന്ന ആ ഒരു സ്റ്റേറ്റിനാണ് ആക്ടിവേറ്റഡ് കോംപ്ലക്സ് എന്ന് പറയുന്നത്. ദിസ് എ മിനിമം കൈനറ്റിക് എനർജി ഈസ് കോൾഡ് ആക്ടിവേഷൻ എനർജി. സോ ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കണം. അപ്പോൾ ഒരു പ്രൊഡക്റ്റിന് ഒരു റിയാക്റ്റൻ്റ് പങ്കെടുക്കുമ്പോൾ അവർക്ക് എനർജി കൊടുത്തു, അവർ ആക്ടിവേഷൻ എനർജിക്ക് അത്ര എത്തിയിട്ടില്ലെങ്കിൽ ഇവർ പ്രൊഡക്റ്റ് ആവാൻ ബുദ്ധിമുട്ടാണ്, പ്രൊഡക്റ്റ് ആവില്ല. അവർക്ക് ആ ഒരു മിനിമം എനർജി എത്തണം, ഇൻ്റർമീഡിയറ്റ് ഫോം സ്റ്റേജ് അല്ലെങ്കിൽ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഫോം ചെയ്യണം, എന്നിട്ടേ അത് പ്രൊഡക്റ്റായി മാറുകയുള്ളൂ. സോ ഈ ഒരു ലെവൽ ഓഫ് എനർജി, ഇതാണ് ആക്ടിവേഷൻ എനർജി. അതിനെ നമ്മൾ EA എന്ന് പറഞ്ഞിട്ട് സൂചിപ്പിക്കാറുണ്ട്. സോ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ഏരിയയിൽ നിന്ന് പഠിക്കണം.
സോ ഇതാണ് നമ്മൾക്ക് പഠിക്കാനുള്ള ടോപ്പിക്സ്. ടെമ്പറേച്ചറിന്റെ എഫക്റ്റ് മുതലാണ് ആ കാര്യത്തിലേക്ക് വരുന്നത്. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാൻ എന്തിനു വേണ്ടിയിട്ടാണ്? എനർജി ഇൻക്രീസ് ചെയ്യണം. അപ്പോൾ എന്തിനാണ് നമ്മൾ എനർജി ഇൻക്രീസ് ചെയ്യണം? ആ ഒരു റിയാക്റ്റന്റിന് ആക്ടിവേഷൻ എനർജി കിട്ടണം, എന്നാലേ പ്രൊഡക്റ്റ് ആവുള്ളൂ. അതാണ് ഇവിടെ ടെമ്പറേച്ചറിന്റെ എഫക്റ്റ് മുതൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. കാര്യം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എനർജിയാണ് ഇൻക്രീസ് ചെയ്യുന്നത്. എനർജി ഇൻക്രീസ് ചെയ്യുമ്പോൾ പ്രൊഡക്റ്റ് ആയി മാറുന്നുണ്ട്. അപ്പോൾ അതാണ് ഈ 10 ഡിഗ്രി ഇൻക്രീസ് ചെയ്യുമ്പോൾ തന്നെ അവരുടെ റേറ്റ് ഡബിൾ ആയി മാറുന്നുണ്ട്. സോ അവിടെ പ്രൊഡക്റ്റായി മാറുന്നുണ്ട്. അതുകൊണ്ടാണ് റേറ്റ് അത്രയും വരുന്നത്. സോ ആ അറീനിയസ് ഇക്വേഷൻ വെച്ചിട്ട് അറീനിയസ് കൺസെപ്റ്റ് ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്തു. അതിന് ഗ്രാഫ് പറഞ്ഞു. ഈ ഗ്രാഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഗ്രാഫ് പലതവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. പൂരിപ്പിക്കാൻ എന്ന് പറഞ്ഞിട്ട് പല ടോപ്പിക്ക് പറഞ്ഞിട്ടുണ്ട്. സോ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്രാഫും കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുക, പഠിക്കുക. ഇതിനെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ നിങ്ങളതായ ഭാഷയിൽ എഴുതാൻ പറ്റും. സോ ഈ ഒരു എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് എഴുതാം, അല്ലെങ്കിൽ നിങ്ങളതായ ഭാഷയിൽ നിങ്ങൾ നോട്ട് എഴുതി ഉണ്ടാക്കുക. അടുത്തതായി പഠിക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക് ആണ് എഫക്റ്റ് ഓഫ് കാറ്റലിസ്റ്റ്. നമ്മൾ എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ നേരത്തെ പഠിച്ചു. ടെമ്പറേച്ചറിൻ്റെ എഫക്റ്റിലുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. കാറ്റലിസ്റ്റിൻ്റെ എഫക്റ്റ് എന്താണ് കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്? ഇനി മുകളിൽ നിങ്ങൾ കെമിസ്ട്രിയിൽ കേൾക്കാൻ പോകുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേരാണ് കാറ്റലിസ്റ്റ്. റിയാക്ഷനിൽ കാറ്റലിസ്റ്റ് യൂസ് ചെയ്തു, അതുകൊണ്ട് റിയാക്ഷൻ നടന്നു, അങ്ങനത്തുള്ള കാര്യങ്ങൾ പഠിക്കും. പലതരം കാറ്റലിസ്റ്റിൻ്റെ എക്സാമ്പിളുകൾ പഠിക്കും. നെക്സ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് കാറ്റലിസ്റ്റിൻ്റെ എക്സാമ്പിളുകളും കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. സോ എഫക്റ്റ് ഓഫ് കാറ്റലിസ്റ്റ് എന്താണ്? കാറ്റലിസ്റ്റിൻ്റെ എഫക്റ്റ് എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ്. എ കാറ്റലിസ്റ്റ് ഈസ് എ സബ്സ്റ്റൻസ്. ഒരു സബ്സ്റ്റൻസ് ആണ് വിച്ച് അൾട്ടർ ദി റേറ്റ് ഓഫ് എ റിയാക്ഷൻ. ഒരു റിയാക്ഷനിൻ്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസിനെ നമ്മൾ പറയുന്നത് കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. വിത്തൗട്ട് ഇറ്റ് സെൽഫ് അണ്ടർഗോയിങ് എനി പെർമനൻറ്റ് കെമിക്കൽ ചേഞ്ച്. സ്വന്തമായി അവൻ എന്ത് ചെയ്യില്ല, ആ ഒരു സബ്സ്റ്റൻസിന് ഒരു പെർമനൻറ്റ് ചേഞ്ച് ഉണ്ടാവാതെ ആ ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റ് അൾട്ടർ ചെയ്യുന്ന, അല്ലെങ്കിൽ റിയാക്ഷൻ്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യുന്ന ആൾക്കാണ് കാറ്റലിസ്റ്റ് എന്ന് പറയാം. ഒരു റിയാക്ഷൻ നടക്കുന്നുണ്ട്, A+B എന്ന് പറഞ്ഞ റിയാക്റ്റൻ്റ് കൂടി ചേർന്നിട്ട് അത് പ്രൊഡക്റ്റായി മാറുന്നുണ്ട്. ഈ ഒരു പ്രൊഡക്റ്റ് ആവുന്ന സമയത്ത് നമ്മളിവിടെ ഒരു കാറ്റലിസ്റ്റ് യൂസ് ചെയ്യുകയാണ്. K എന്ന് പറഞ്ഞ ഒരു കാറ്റലിസ്റ്റ് ആണ് യൂസ് ചെയ്യണമെങ്കിൽ ഈ റിയാക്ഷൻ്റെ സ്പീഡ് ഇവൻ കൂട്ടും. റിയാക്ഷൻ്റെ ആൾട്ടർ ചെയ്ത് ഇപ്പോൾ ഒരു കുറഞ്ഞ സമയം കൊണ്ട് നടത്തും. ഒരു 5 മിനിറ്റിൻ്റെ സമയമാണെങ്കിൽ 1 മിനിറ്റ് കൊണ്ട് തന്നെ അവൻ്റെ റേറ്റ് ഇൻക്രീസ് ചെയ്തിട്ട് ആ റിയാക്ഷൻ നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാറ്റലിസ്റ്റിനെ യൂസ് ചെയ്യുക. സോ ഒരു റിയാക്ഷൻ നടന്നാൽ അവനൊരു ചേഞ്ച് സംഭവിച്ചിട്ടുണ്ടാവില്ല. ആ റിയാക്ഷൻ കഴിഞ്ഞാൽ അവനെ വേറെ തന്നെ ആയിട്ട് തന്നെ കിട്ടും. സോ ഇറ്റ് സെൽഫ് അണ്ടർഗോയിങ് എനി പെർമനൻറ്റ് ചേഞ്ച്. വിത്തൗട്ട് ഇറ്റ് സെൽഫ് അണ്ടർഗോയിങ്, അതായത് അവൻക്കൊരു ചേഞ്ചും ഇല്ലാതെ, ആ ഒരു കാറ്റലിസ്റ്റിന് പ്രത്യേക ചേഞ്ച് ഇല്ലാതെ തന്നെ ആ റിയാക്ഷൻ്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യുന്ന ആൾക്കാണ് കാറ്റലിസ്റ്റ് എന്ന് പറയുക. എ കാറ്റലിസ്റ്റ് ഇൻക്രീസ് ദി റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ബൈ പ്രൊവൈഡിങ് ആൾട്ടർനേറ്റ് പാത്വേ. ഒരു കാറ്റലിസ്റ്റ് ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റിനെ ഇൻക്രീസ് ചെയ്യും. പ്രൊവൈഡിങ് ആൾട്ടർനേറ്റ് പാത്വേ, ഒരു പ്രത്യേക പാത്വേ, വേറൊരു വേ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ട് കാറ്റലിസ്റ്റ് എന്ത് ചെയ്യും, ഒരു റിയാക്ഷൻ്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യും. എങ്ങനെയാണ് ഈ ആൾട്ടർനേറ്റ് പാത്വേ ആൾട്ടർനേറ്റ് ചെയ്യുന്നത് എന്നുള്ള കേസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ എഫക്റ്റ് ഓഫ് കാറ്റലിസ്റ്റ് പഠിക്കണം. ഒരു റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ ടെമ്പറേച്ചർ കൊണ്ട് പറ്റും. 10 ഡിഗ്രി ഇൻക്രീസ് ചെയ്യുമ്പോൾ റേറ്റ് ഡബിൾ ആവുന്നുണ്ട്. കാറ്റലിസ്റ്റിൻ്റെ കേസ് എങ്ങനെയാണ്? കാറ്റലിസ്റ്റ് യൂസ് ചെയ്താൽ അതിൻ്റെ റേറ്റ് ഇൻക്രീസ് ആവും. വേറൊരു പാത്വേ ക്രിയേറ്റ് ചെയ്തിട്ടാണ് റേറ്റ് ഇൻക്രീസ് ആവും. അവനൊരു പ്രത്യേക ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. റിയാക്ഷൻ കഴിഞ്ഞാൽ കാറ്റലിസ്റ്റ് വേറെ തന്നെ നമുക്ക് ആ റിയാക്ഷന് മാറ്റാൻ പറ്റും. സോ ആ കാറ്റലിസ്റ്റിന് നമുക്ക് വീണ്ടും അടുത്ത റിയാക്ഷന് യൂസ് ചെയ്യാൻ പറ്റും. സോ ആ കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിക്കും. ഈ കാറ്റലിസ്റ്റിൻ്റെ റിയാക്ഷനെ കുറിച്ചുള്ള പാത്വേ ആൾട്ടർനേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ആൾട്ടർനേറ്റ് ചെയ്യുന്ന കേസ് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പറയാം. നോർമലി റിയാക്റ്റൻസ് പ്രൊഡക്റ്റായി മാറുന്നുണ്ട്. സോ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു റിയാക്റ്റൻസ് പ്രൊഡക്റ്റ് ആവണമെങ്കിൽ അവരൊരു ആക്ടിവേഷൻ എനർജി കിട്ടണം. ആ ആക്ടിവേഷൻ എനർജി അച്ചീവ് ചെയ്താൽ മാത്രമേ അവൻ പ്രൊഡക്റ്റായി മാറുള്ളൂ. ആ ഒരു ആക്ടിവേഷൻ എനർജി ഡീകമ്പോസ് ചെയ്തിട്ടാണ് പ്രൊഡക്റ്റായി മാറുക. അവിടെ ഒരു ഇൻ്റർമീഡിയറ്റ് കോംപ്ലക്സ് ഫോം ചെയ്യുമെന്നൊക്കെ നമ്മൾ പറഞ്ഞു. സോ ഒരു നോർമലി റിയാക്റ്റൻസ് നടക്കുമ്പോൾ അതിൻ്റെ ഗ്രാഫാണ് ഈ ഒരു ബ്ലാക്കിൽ വരച്ചിട്ടുള്ളത്. സോ റിയാക്ഷൻ നടക്കുമ്പോൾ അവന് എനർജി, ആക്ടിവേഷൻ എനർജി ഇൻക്രീസ് ആയിട്ട് അവൻ എന്തായി, പ്രൊഡക്റ്റായി മാറി. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുകയാണ്, കാറ്റലിസ്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ അവൻക്ക് ആക്ടിവേഷൻ എനർജി ഇത്രയൊന്നും വേണ്ട. കാറ്റലിസ്റ്റ് ആവണമെങ്കിൽ അവർക്ക് ആക്ടിവേഷൻ എനർജി കുറച്ച് മതി. അത്രയും ഈ ഒരു ഇത്രയും ഡിഫറൻസ് അവിടെ ഉണ്ടാവും. ഇത്രയും എനർജി ആവശ്യമില്ല അവിടെ. അത്രയും എനർജി നമ്മളിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. നോർമലി ആ റിയാക്ഷൻ നടക്കണമെങ്കിൽ റിയാക്ഷൻ ആക്ടിവേഷൻ എനർജി കിട്ടിയാൽ മാത്രമേ പ്രൊഡക്റ്റായി മാറുള്ളൂ. പക്ഷേ നോർമൽ റിയാക്ഷൻ ഇത്രയും എനർജി വേണം. കാറ്റലിസ്റ്റ് യൂസ് ചെയ്യുന്ന റിയാക്ഷൻ ആണെങ്കിൽ അവൻ ആക്ടിവേഷൻ എനർജി അത്രയും ആവശ്യമില്ല. അവൻ്റെ പാത്ത് വേണ്ടി ഡോട്ടർ ലൈനിൽ കാണിച്ചിട്ടുള്ളത് കണ്ട, അവനെ ആൾട്ടർ ചെയ്തു. ഇതാണ് ഈ പാത്ത് വേ ആൾട്ടർ ചെയ്തു എന്ന് പറയുന്നത്. ഇങ്ങനെ നടക്കേണ്ട റിയാക്ഷൻ കാറ്റലിസ്റ്റ് യൂസ് ചെയ്തപ്പോൾ എന്ത് ചെയ്തു, ഈ രീതിയിൽ നടന്നു. ഇവിടെ എന്താ സംഭവിച്ചത്, നമ്മൾ ഈ ഒരു റിയാക്ഷനിലെ ആക്ടിവേഷൻ എനർജി ഇത്രയും കൊടുക്കേണ്ടതായിരുന്നു. ഈ ഒരു ഹൈറ്റിൽ, ഇത്രയും ഹൈറ്റിൽ ആക്ടിവേഷൻ എനർജി കൊടുക്കേണ്ടതായിരുന്നു. പക്ഷേ കാറ്റലിസ്റ്റ് യൂസ് ചെയ്തപ്പോൾ എന്തായി, റെഡ്യൂസായി. ഇത് ഇത്രേ വന്നുള്ളൂ. ഈ ഒരു ലെവൽ, ഈ ഒരു വാല്യൂ, ഇത്രയും ആക്ടിവേഷൻ എനർജി നമ്മൾ അവിടെ അപ്ലൈ ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല.
അതാണ് കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ പാത്ത് വേ എന്ത് ചെയ്യും? ആൾട്ടർ ചെയ്യും. എങ്ങനെ? കുറച്ച് എനർജി യൂസ് ചെയ്തിട്ട്. സോ ഒരു റിയാക്ഷനിൽ റിയാക്റ്റൻസിനെ ആക്റ്റീവ് ആക്കാൻ കാറ്റലിസ്റ്റിന് വളരെ പെട്ടെന്ന് പറ്റും. ഒരു പെട്ടെന്ന് ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ആവുകയും പ്രൊഡക്റ്റ് ആവുകയും ചെയ്യും. ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ആവാനാണ് റിയാക്ഷനിൽ ബുദ്ധിമുട്ട്. ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ആയാലും ഡീകമ്പോസിൽ പ്രൊഡക്റ്റ് ആയിക്കോളും. ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ആവാൻ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഇത്രയും എനർജി കൊടുക്കേണ്ടി വരും. അങ്ങനെയാണ് ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ആവുള്ളൂ. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻസ് നമുക്ക് നോക്കണം. കാറ്റലിസ്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് പലതവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ്? ഒരു നമ്മൾ കാറ്റലിസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ അതിലുള്ള ഇമ്പോർട്ടൻ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. സോ ഇക്കാര്യം കൂടെ പഠിക്കുക. ദി ഇമ്പോർട്ടൻ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ കാറ്റലിസ്റ്റ് ആർ: എ സ്മോൾ എമൗണ്ട് ഓഫ് കാറ്റലിസ്റ്റ് ക്യാൻ കാറ്റലൈസ് എ ലാർജ് എമൗണ്ട് ഓഫ് റിയാക്റ്റൻസ്. ഒരു കാറ്റലിസ്റ്റ് യൂസ് ചെയ്താൽ തന്നെ നമുക്ക് ലാർജ് എമൗണ്ട് ഓഫ് റിയാക്റ്റൻസിന് അതെന്തായി മാറ്റും? പ്രൊഡക്റ്റാക്കി മാറ്റും. അതായത് കാറ്റലൈസ് ചെയ്യും. അപ്പോൾ ഒരു കുറഞ്ഞ എമൗണ്ട് ഓഫ് കാറ്റലിസ്റ്റ് ഉണ്ടെങ്കിൽ മതിയാവും വലിയ എമൗണ്ട് ഓഫ് റിയാക്റ്റൻസ് ഉണ്ടെങ്കിലും അതിനെ കാറ്റലൈസ് ചെയ്യാൻ. സോ കുറച്ച് കാറ്റലിസ്റ്റിൻ്റെ ആവശ്യമുള്ളൂ ഒരു കുറേ എമൗണ്ട് ഓഫ് റിയാക്റ്റൻസിനെ റിയാക്ഷനിൽ പങ്കെടുപ്പിക്കാനും. എ കാറ്റലിസ്റ്റ് ഡസ് നോട്ട് ഓൾട്ടർ ഗിബ്സ് എനർജി ഡെൽറ്റ ജി ഓഫ് എ റിയാക്ഷൻ. ഒരു റിയാക്ഷനിൽ, ഒരു സ്പോണ്ടേനിയസ് റിയാക്ഷനിൽ ഡെൽറ്റ ജീൻ്റെ എഫക്റ്റ് ഒക്കെ നമ്മൾ തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞ് +1 പഠിച്ചിട്ടുണ്ട്. സോ ഡെൽറ്റ ജി എന്ന് പറഞ്ഞാൽ ഗിബ്സ് എനർജിയാണ്. അപ്പോൾ കാറ്റലിസ്റ്റ് ഗിബ്സ് എനർജിക്ക് ഒരു ചേഞ്ചും ഉണ്ടാക്കില്ല. ഗിബ്സ് എനർജി മാറിക്കഴിഞ്ഞാൽ ആ ഒരു റിയാക്ഷനിൽ സ്പോണ്ടേനിറ്റി മാറും. നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷനിൽ നമ്മൾ ഒരിക്കലും കാറ്റലിസ്റ്റ് യൂസ് ചെയ്യില്ല. സ്പോണ്ടേനിയസ് റിയാക്ഷൻ, നാച്ചുറൽ റിയാക്ഷൻസ് ഒക്കെ സ്പോണ്ടേനിയസ് ആണ് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഡെൽറ്റ ജീൻ്റെ വാല്യൂ മാറ്റം വരുത്താതെ കാറ്റലിസ്റ്റ് ആ റിയാക്ഷൻ നടത്തും. സോ കാറ്റലിസ്റ്റ് ഡസ് നോട്ട് ചേഞ്ച് ദി ഗിബ്സ് എനർജി. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അൾട്ടർ ചെയ്യുക, ഒരു കാറ്റലിസ്റ്റ് അവൻ്റെ റേറ്റിനെ അൾട്ടർ ചെയ്യുക, ഗിബ്സ് എനർജിക്ക് ഒരു മാറ്റം വരുത്തൂല, ഒരു അൾട്ടറും നടത്തൂല. മൂന്നാമത്തെ പോയിന്റ്, എ കാറ്റലിസ്റ്റ് ഡസ് നോട്ട് ചേഞ്ച് ദ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഓഫ് എ റിയാക്ഷൻ. ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ അതിന് ഡെൽറ്റ ജി പോലെ തന്നെ ഒരു ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഉണ്ടാവും, കെ. അതിന് റിയാക്ഷനൊക്കെ നമ്മൾ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞ പാഠത്തിൽ അതിന് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് എഴുതാനൊക്കെ പഠിപ്പിക്കും. സോ ഒരു റിയാക്ഷനിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിന് ഒരു സംഭവം വരുത്തൂല, ഒരു മാറ്റം വരുത്തൂല കാറ്റലിസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ. ബട്ട് ഹെൽപ്സ് ടു അറ്റൈൻ ദി ഇക്വിലിബ്രിയം ഫാസ്റ്റർ. പെട്ടെന്ന് ഇക്വിലിബ്രിയം എത്താൻ വേണ്ടിയിട്ട് കാറ്റലിസ്റ്റ് ഹെൽപ്പ് ചെയ്യുമെങ്കിലും ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിനൊന്നും സംഭവിക്കില്ല. ഒരു റിയാക്ഷൻ നടക്കുന്ന സമയത്ത് അത് ഇക്വിലിബ്രിയം സ്റ്റേറ്റിലെത്താൻ, അതായത് ഇതിൽ നടക്കുന്ന റിയാക്റ്റൻസും ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും ഈക്വൽ ആവുന്ന ഒരു സ്റ്റേറ്റിനെ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് നമ്മൾ പറയാം. റിയാക്റ്റൻസ് പ്രൊഡക്റ്റുമായി അതേ എമൗണ്ട് പ്രൊഡക്റ്റ് റിയാക്റ്റൻസുമായി ആ ഒരു സ്റ്റേറ്റിന് ഇക്വിലിബ്രിയം സ്റ്റേറ്റ് എന്ന് പറയാം. പക്ഷെ പെട്ടെന്ന് ഇക്വിലിബ്രിയത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് കാറ്റലിസ്റ്റിന് പറ്റും ആ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിന് ഒരു മാറ്റം വരുത്താതെ. ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് ഒരു റിയാക്ഷനിൽ നടക്കുന്ന ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. ആ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂവിന് കാറ്റലിസ്റ്റ് ഒരു മാറ്റം വരുത്തൂല, ഇക്വിലിബ്രിയം പെട്ടെന്ന് ആക്കുകയും ചെയ്യും. സോ ആ ഒരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു 3 പോയിന്റ് പറയാൻ നല്ല രീതിയിൽ കൃത്യമായിട്ട് പഠിക്കുക. ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഞാൻ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റും ഇക്വിലിബ്രിയം കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 പോയിൻ്റാണ്. ഈ 3 പോയിന്റുകൾ ക്ലിയർ ആയിട്ട് കാറ്റലിസ്റ്റിൻ്റെ കേസിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഓർത്ത് വെക്കണം, പഠിക്കണം. നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവുകയാണ്. നമ്മൾ ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. കൊളീഷൻ തിയറി എന്നാണ് ലാസ്റ്റ് ടോപ്പിക്കിൻ്റെ പേര്. ദിസ് തിയറി വാസ് ഡെവലപ്ഡ് ബൈ മാക്സ് സ്ട്രോട്സ് ആൻഡ് വില്യം ലീവ്സ്. മാക്സും ലൂയിസും എന്ന് പറയുന്ന 2 സയൻറ്റിസ്റ്റാണ് കൊളീഷൻ തിയറി പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്. ഗ്യാസിൻ്റെ കൈനറ്റിക് തിയറി ബേസ് ചെയ്തിട്ടാണ് ഈ കൊളീഷൻ തിയറി എന്ന് പറഞ്ഞിട്ടുള്ള തിയറി ഉണ്ടാക്കിയിട്ടുള്ളത്. അക്കോർഡിംഗ് ടു ദിസ് തിയറി എന്താ പറയുന്നത്? ദി റിയാക്റ്റൻറ്റ് മോളിക്യൂൾസ് ആർ അസ്യൂംഡ് ടു ബി എ ഹാർഡ് സ്ഫിയേഴ്സ്. നമ്മൾ റിയാക്റ്റിംഗ് പാർട്ടിക്കിൾസിനെ നമ്മളിപ്പോൾ റിയാക്റ്റൻസ് എടുക്കുകയാണ്, എ ആൻഡ് ബി. ഈ റിയാക്റ്റൻസിനെ നമ്മൾ എന്ത് ചെയ്യണം? ഹാർഡ് സ്ഫിയർ ആയിട്ടാണ് അസ്യൂം ചെയ്യുകയാണെങ്കിൽ ആൻഡ് റിയാക്ഷൻ ഈസ് ഒക്കേർഡ് വെൻ മോളിക്യൂൾസ് ഈസ് കൊളൈഡ് വിത്ത് ഈച്ച് അതർ. ഇപ്പോൾ നമ്മളിത് സ്ഫിയർ ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ പ്രൊഡക്റ്റ് എങ്ങനെ ഫോം ചെയ്യുക? ഇവർ രണ്ടാളും കൊളീഷനിൽ പങ്കെടുത്ത് കൂടി കൊളൈഡ് ചെയ്തിട്ടാണ് പ്രൊഡക്റ്റ് ഫോം ചെയ്യുക എന്നാണ് കൊളീഷൻ തിയറി പറയുന്നത്. സോ അക്കോർഡിംഗ് ടു ദിസ് തിയറി ദി റിയാക്റ്റന്റ് മോളിക്യൂൾസ് ആർ അസ്യൂംഡ് ടു ബി ഹാർഡ് സ്ഫിയേഴ്സ്. നമ്മൾ എന്ത് ചെയ്യാണ്? കൊളീഷൻ തിയറി പ്രകാരം റിയാക്റ്റൻസിനെ നമ്മൾ ഹാർഡ് സ്ഫിയർ ആയിട്ട് അസ്യൂം ചെയ്യുകയാണെങ്കിൽ ആൻഡ് ദി റിയാക്ഷൻ ഈസ് ഒക്കേർഡ് വെൻ മോളിക്യൂൾസ് കൊളൈഡ് വിത്ത് ഈച്ച് അതർ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന റിയാക്റ്റൻ സ്പീഷീസ് കൊളീഷനിൽ പങ്കെടുത്ത് എഫക്റ്റീവ് കൊളീഷൻ നടന്ന് ആക്ടിവേഷൻ എനർജി ആയിട്ട് പ്രൊഡക്റ്റ് ആവുള്ളൂ എന്ന്.
സോ അക്കാര്യം കൊളീഷൻ തിയറിയിൽ പറയുന്നത് ഇവർ രണ്ടാളും കൊളൈഡ് ചെയ്തിട്ടാണ് പ്രൊഡക്റ്റ് ഫോം ചെയ്യുക. സോ ആ കൊളീഷൻ തിയറി അസ്യൂം ചെയ്യുന്നത് റിയാക്റ്റൻസ് ഒക്കെ എന്ന് പറയുന്നത് സ്ഫിയർ ആയിട്ടാണ് എന്ന് അസ്യൂം ചെയ്യുകയും അവ രണ്ടും കൊളൈഡ് ചെയ്തിട്ടാണ് പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നത് എന്നുള്ളതാണ് കൊളീഷൻ തിയറി പറയുന്നത്. സോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിട്ട് പഠിച്ചു വെക്കുക. ബാക്കി കാറ്റലിസ്റ്റ് എന്താണെന്നുള്ള കേസ് ക്ലിയർ ആയിട്ട് ഓർത്ത് വെക്കുക. അതിന് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓർത്ത് വെക്കുക. അതേപോലെ തന്നെ എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചറിൻ്റെ എഫക്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും അറീനിയസ് ഇക്വേഷനും അറീനിയസ് തിയറി വെച്ചിട്ട് ആക്ടിവേഷൻ എനർജി കിട്ടിയിട്ട് ഒരു പ്രൊഡക്റ്റ് ആവുന്ന ഗ്രാഫും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെച്ചാൽ ഈ ഒരു കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറഞ്ഞ പാഠം കംപ്ലീറ്റ് ആയി എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ഇതിൻ്റെ ക്വസ്റ്റ്യനും കാര്യങ്ങളൊക്കെ വരും സെക്ഷനിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ആ സെക്ഷൻ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഇതിലെ ഈ ഒരു ചാപ്റ്ററിലെ ഫുൾ മാർക്ക് ഉറപ്പിക്കാവുന്നതാണ്. സോ ദി സെക്ഷൻ ഈസ് ഓവർ, ദി ക്ലാസ് ഈസ് ഓവർ. താങ്ക് യു, ബൈ.